ഹായ് ഫ്രണ്ട്സ്, ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു സംഭാഷണം നോക്കാം. ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുഡ് ഹാവ് ആൻഡ് ഷുഡ് ഹാവ്. ഇന്നലെ എനിക്ക് എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. ഇന്നലെ യെസ്റ്റർഡേ. ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് മിസ്സാണ്. മിസ്സിൻ്റെ 3 ഫോംസ്: മിസ്, മിസ്ഡ്, മിസ്ഡ്. യെസ്റ്റർഡേ ആയതുകൊണ്ട് സെക്കൻഡ് ഫോമാണ് വരിക. ഐ ചെയ്യുന്ന വ്യക്തി ഐ, നീ ചെയ്യുന്ന ക്രിയ മിസ്ഡ്. എന്താണ് മിസ്സായത്? മൈ ഫ്ലൈറ്റ്. എപ്പോഴാണ് മിസ്സായത്? യെസ്റ്റർഡേ. യു പറയുകയാണ്, ഓ നോ, താങ്കൾ നേരത്തെ എയർപോർട്ടിലേക്ക് പുറപ്പെടേണ്ടതായിരുന്നു. ഓ നോ, താങ്കൾ യു. ഇവിടുത്തെ ക്രിയ പുറപ്പെടുക ലീവ്, പുറപ്പെടേണ്ടതായിരുന്നു. ഷുഡ് ഹാവ് ലെഫ്റ്റ്. ലെഫ്റ്റ് ഇതിൻ്റെ 3ാമത്തെ ഫോമാണ്. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. ഓ നോ, യു ഷുഡ് ഹാവ് ലെഫ്റ്റ് ഫോർ ദി എയർപോർട്ട്. ദി എയർപോർട്ട്. AEIOU വവൽസിലെ ഒരു ലെറ്റർ ആയാലും ഏത് ലെറ്റർ വന്നാലും ഒരു വാക്കിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പ് THE ഉണ്ടെങ്കിൽ ദി ആണ് വരിക. ദി അല്ല ദി. ദ അല്ല ധ അല്ല. ഇങ്ങനെ ഫിംഗർ ഇങ്ങനെ വെക്കുമ്പോൾ ടങ്, നാവ് കുറച്ച് 2 നിര പല്ലിൻ്റെയും നടുവിൽ അറ്റത്ത് വന്ന് നാവ് ടച്ച് ചെയ്യണം. സി സ. കുറച്ച് കാറ്റ്, എയർ കടന്നു പോകും. വവൽസ് എന്ന് പറയുമ്പോൾ എ, ഇ, ഐ, ഒ, യു. ഈ 5 ലെറ്റർ വെച്ച് തുടങ്ങുന്ന ഏത് വാക്കിന് മുമ്പും THE വന്ന് സി എന്നാണ് വരേണ്ടത്. ഏളിയ, നേരത്തെ. ഷുഡ് ഹാവ് ലെഫ്റ്റ്, പുറപ്പെടേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ലെഫ്റ്റ് ദി എയർപോർട്ട് ഏളിയർ. സോ ലെറ്റ് us communicate. I missed my flight yesterday. ഈ ഡയലോഗ് നിങ്ങൾ പറയൂ. ഗുഡ്. നെക്സ്റ്റ് ഞാൻ പറയുന്നു. I could have avoided. Could have. I could have avoided the traffic. വവൽ അല്ലാത്തത് കൊണ്ട് the traffic. If I had left sooner. Sooner പെട്ടെന്ന്. Had left പുറപ്പെട്ടു. If എങ്കിൽ. I ഞാൻ സൂണർ പെട്ടെന്ന് പുറപ്പെട്ടിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഐ കുഡ് ഹാവ് അവോയ്ഡഡ്. എനിക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു, തടയാമായിരുന്നു. എന്ത്? ദ ട്രാഫിക്. ഒഴിവാക്കാമായിരുന്നു. കുഡ് ഹാവ് അവോയ്ഡഡ്. അവോയ്ഡഡ്. ലെഫ്റ്റ്, ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. കഴിഞ്ഞു പോയതാണ്, അതുകൊണ്ടാണ് ഹാഡ് വന്നത്. താങ്കൾ പറയുകയാണ്, നൗ ദാറ്റ് യു മിസ്ഡ് ഇറ്റ്. നൗ ഇപ്പോൾ. യു മിസ്ഡ് ഇറ്റ്, മിസ്സായിപ്പോയി. യു ഷുഡ് ഹാവ് കോൾഡ്. താങ്കൾ എന്ത് ചെയ്യണമായിരുന്നു? ഷുഡ് ഹാവ് കോൾഡ്, വിളിക്കണമായിരുന്നു. ആരെ വിളിക്കണമായിരുന്നു? സി എയർലൈൻ. വവൽ ആണ് സി. സി എയർലൈൻ. IOU. ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് THE വരുമ്പോൾ സി ആണ് വരേണ്ടത്. സി എയർലൈൻ. എന്തിനു വേണ്ടിയിട്ടാണ് എയർലൈനെ വിളിക്കേണ്ടത്? ടു റീഷെഡ്യൂൾ ഓർ റീസ്കെഡ്യൂൾ, രണ്ടും പറയും. ടു സമയം നമുക്ക് പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എയർലൈനെ വിളിക്കാമായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയുകയാണ്. വെൽ, നോ ദാറ്റ് യു മിസ്ഡ് ഇറ്റ്. പോയി. യു ഷുഡ് ഹാവ് കോൾഡ് ദി എയർലൈൻ. താങ്കൾ എയർലൈനെ വിളിക്കേണ്ടതായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റീഷെഡ്യൂൾ, സമയം മാറ്റി തരുന്നതിന് വേണ്ടി. ടു റീസ്കെഡ്യൂൾ ഓർ റീഷെഡ്യൂൾ. നമുക്കിതിന് മലയാളം എഴുതാം. വെൽ, നീ ഇപ്പോൾ ഇത് മിസ്സാക്കി. റീസ്കെഡ്യൂൾ ചെയ്യുന്നതിനായി താങ്കൾ എയർലൈനെ വിളിക്കേണ്ടതായിരുന്നു. You should have called the airline to reschedule. I will say this, then next your turn. I could have avoided the traffic if I had left sooner. Your turn. To reschedule. Next turn. ഞാൻ ചെയ്തു, പക്ഷേ അവർ പറഞ്ഞു നാളെ വരെ അവർക്ക് എന്നെ അക്കോമഡേറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്.
അക്കോമഡേറ്റ് ചെയ്യുക, ഉൾക്കൊള്ളിക്കുക. ഞാൻ ചെയ്തു, ഐ ചെയ്തു. ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. ഡു, ഡിഡ്, ഡൺ. ഈ ഡിഡാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ചെയ്തു, ഡിഡ്, ഐ സേ, സെറ്റ്, സെറ്റ്. ഡിഡും സെറ്റും ഉപയോഗിക്കാൻ കാരണം ജസ്റ്റ് പാസ്റ്റ്, ഇന്നലെയും ഇന്നുമായിട്ട് കഴിഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ്. അവർ പറഞ്ഞു. അവരെന്താണ് പറഞ്ഞത്? അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അവർക്ക് ദേ. സോ സെക്കൻഡ് ദേ couldn't accommodate. Couldn't. ആരെയാണ്? എന്നെ. എത്ര നാളത്തേക്കാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്? നാളെ വരെ. വരേക്ക് ഇംഗ്ലീഷ് അണ്ടിൽ, വരെ. നാളെ ടുമോറോ. ഐ ഡിഡ്, ഞാൻ ചെയ്തു. ബട്ട്, പക്ഷേ they said, അവർ പറഞ്ഞു. they couldn't accommodate, അവർക്ക് കഴിയുകയില്ല. എന്ത് കഴിയുകയില്ല? അക്കോമഡേറ്റ് ചെയ്യാൻ. ആ യാത്രക്കാർ ഉൾക്കൊള്ളിക്കാൻ കഴിയുകയില്ല. ആരെ? മീ, എന്നെ. അണ്ടിൽ, വരെ. എത്ര നാൾ വരെയാണ്? ടുമോറോ. അണ്ടിൽ ടുമോറോ. അത് നിരാശാജനകമാകുന്നു. ദാറ്റ് ഇസ്, ദാറ്റ് അത്, ഇസ് ആകുന്നു. ദാറ്റ്സ് ഫുൾ ഫോം, ദാറ്റ് ഈസ്. ദാറ്റ്സ് ഫ്രസ്ട്രേറ്റിംഗ്, അത് നിരാശാജനകമാകുന്നു. ഒരു നിരാശാജനകമാണല്ലോ. ദാറ്റ്സ് ഫ്രസ്ട്രേറ്റിംഗ്. താങ്കൾ, താങ്കൾ ചെയ്യുന്ന പ്രവൃത്തി ചെക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്നു. അതാണ് അടുത്തത് എഴുതേണ്ടത്. കുഡ് ഹാവ് or could have. Checked. Could have checked or could have checked. ഈ ചെക്ട് വരുന്നത് ഈ തേർഡ് ഫോമാണ് വരുന്നത്. ഫ്രസ്ട്രേറ്റഡ്. ആദ്യത്തെ ഫ്രസ്ട്രേറ്റിൻ്റെ ഒപ്പം ING ചേർത്തു. ഇസ് വന്നതുകൊണ്ടാണ് ING വന്നത്. ചെക്ട് മൂന്നാമത്തെ ഫോമാണ്. ഇവിടെ യുവിൻ്റെ സ്ഥാനത്ത് ഷീ ആയാലും ഹീ ആയാലും ഏതെങ്കിലും പേര് ആയാലും ഇറ്റ് ആയാലും ബോയ് ആയാലും ഗേൾ ആയാലും എല്ലാം ഹാവ് തന്നെയാണ് വരിക. യു കുഡ് ഹാവ് ചെക്ഡ്. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ദ ഫ്ലൈറ്റ് സ്റ്റാറ്റസ്. വവൽ അല്ല, അതുകൊണ്ട് ദ ഫ്ലൈറ്റ് സ്റ്റാറ്റസ്. ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത്? പുറപ്പെടുന്നതിന് മുമ്പ്, ബിഫോർ. പുറപ്പെടുന്നതിന് ഹെഡിങ്, പുറപ്പെടുന്നതിന് മുമ്പ്, ബിഫോർ ഹെഡിങ്. അങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പാണ് ടു എയർപോർട്ട്. നമുക്ക് സംസാരിക്കാം. സോ ഐ വിൽ സേ ദിസ്. ഐ ഡിഡ്, ബട്ട് they said they couldn't accommodate me until tomorrow. This is your turn. Good. Next. കൂടുതൽ, മോർ. സജീവമായിരിക്കുക, proactive. കേണ്ടതായിരുന്നു, should have been. ശരിയാണ്, ട്രൂ. ഞാൻ, അതിനെക്കുറിച്ച്, അതിനെ, ദാറ്റ്, കുറിച്ച്, അബൌട്ട്. കൂടുതൽ, മോർ. സജീവമായിരിക്കുക, പ്രൊആക്റ്റീവ്. കേണ്ടതായിരുന്നു, ഷുഡ് ഹാവ് ബീൻ. ഇനി അതിനെ നമുക്ക് ഇംഗ്ലീഷിലാക്കാം. ശരിയാകുന്നു, ട്രൂ. ഞാൻ, ഇനി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഷുഡ് ഹാവ് ബീൻ പ്രൊആക്റ്റീവ്. should have been. ആയിരിക്കുക, should have been ആയിരിക്കുക. എന്തായിരിക്കണം? കൂടുതൽ സജീവം, കൂടുതൽ പ്രൊആക്റ്റീവ്. about that. ഇങ്ങോട്ടാണ് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ദാറ്റ് അബൌട്ടിൽ, about that.
about that. അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം ഞാൻ ചെക്ക് ചെയ്ത് ടു ചെക്ക് ചെയ്ത് ടു ചെക്ക് വിൽ വരുത്തുക മേക്ക് ഉറപ്പ് ഷുവർ വില്ലിൻ്റെ ഒപ്പം മേക്ക് വന്നു. ഈ മേക്ക് എന്ന് പറയുന്നത് ഈ വില്ലിൻ്റെ ഒപ്പം എപ്പോഴും ആദ്യത്തെ ഫോം ആയിരിക്കും വരിക, വിൽ മേക്ക്. ഉറപ്പ് ഷുവർ വിൽ. സോ നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം ഞാൻ ഐ വിൽ മേക്ക് ഷുവർ. അതിൻ്റെ വില്ലിൻ്റെ ഷോർട്ട് ഫോമാണ് അപ്പസ്ട്രോഫി LL. ഐ വിൽ മേക്ക് ഷുവർ. എന്താ ഉറപ്പ് വരുന്നത്? ചെക്ക് ചെയ്ത് ടു ചെക്ക്. എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്? ബിഫോർ ഹാൻഡ്, മുൻകൂറായി. റൈറ്റ്. നിങ്ങൾ എനിക്ക് ഒരു ഉപദേശം തരികയാണ്. തീർച്ചയായും, ഡെഫിനറ്റ്ലി ആണ്, തീർച്ചയായും. എന്താ പറയുന്നത്? മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി അസൗകര്യങ്ങളിൽ നിന്നും രക്ഷിക്കും. ഇതാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഉപദേശം. ഇനി നമുക്ക് ഇവിടെ ഒത്തിരി അസൗകര്യങ്ങളിൽ നിന്നും രക്ഷിക്കും. എന്താണ്? പ്ലാനിങ്. അപ്പം ഇത് പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് പ്ലാനിങ്. അസൗകര്യങ്ങൾ, ഹാസിൽ ഇൽ നിന്നും, ഫ്രം. ഡെഫിനറ്റ്ലി, തീർച്ചയായും, മുൻകൂട്ടി, അഹെഡ്. പ്ലാൻ ചെയ്യുന്നത്, പ്ലാനിങ്. നിങ്ങളെ, യു, ഒത്തിരി, ലോട്ട് ഓഫ്, അസൗകര്യങ്ങൾ, ഹാസിൽ, രക്ഷിക്കുക, സേവ്, കുഡ്, ഓർ രക്ഷിക്കാൻ കഴിയും, കുഡ് സേവ്. തീർച്ചയായും, ഡെഫിനറ്റ്ലി. പ്രയോഗം പോലെ, ഒരു ഫ്രേസ് പോലെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രവർത്തിക്കുന്ന ആ കാര്യം, പ്ലാനിങ്, അത് ആദ്യം എഴുതുക. ഇനി എപ്പോഴാണ് പ്ലാൻ ചെയ്യേണ്ടത്? മുൻകൂറായി, അഹെഡ്. ഇനി അങ്ങനെ പ്ലാൻ ചെയ്താൽ എന്താണ് ഉപയോഗം? കുഡ് സേവ്. ഇനി എന്താ സേവ് ചെയ്യുന്നത്? കുഡ് സേവ്, രക്ഷിക്കും. ഇനി ആരെയാണ് രക്ഷിക്കുന്നത്? താങ്കളെ, യു. ആരെയാണ്? താങ്കളെ. എന്തിൽ നിന്നുമാണ് രക്ഷിക്കുന്നത്? എന്തിൽ നിന്നും, ഇൽ നിന്ന്, ഫ്രം. രക്ഷിക്കുന്ന ആ കാര്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒത്തിരി, എ ലോട്ട് ഓഫ്. എന്താണ്? ഹാസിൽ, അസൗകര്യങ്ങൾ, ഹാസിൽ. ഇതൊരു ഫ്രേസാണ്. പ്ലാനിങ് അഹെഡ്, മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന. കുഡ് സേവ്, രക്ഷിക്കും. ആരെയാണ്? താങ്കളെ. എന്തിൽ നിന്നുമാണ്? ഫ്രം, എ ലോട്ട് ഓഫ് ഹാസിൽ. കഴിയും, കുഡ്, ഉറപ്പ്. ഞാൻ പറയുകയാണ്, ട്രൂ, ഐ ഷുഡ് ഹാവ് ബീൻ മോർ പ്രൊആക്റ്റീവ് അബൌട്ട് ദാറ്റ്. നെക്സ്റ്റ് ടൈം ഐ വിൽ മേക്ക് ഷുവർ ടു ചെക്ക് ബിഫോർ ഹാൻഡ്. യു, നിങ്ങൾ എനിക്ക് തന്ന വിലയേറിയൊരു ഉപദേശം പറയൂ. ഡെഫിനറ്റ്ലി. Very good.